2-2 അതാണ് ഗോൾ നില. 2 ഗോൾ ന്യൂസിലാൻഡ് അടിക്കുന്നു. അതിന് മറുപടിയായി ഇറാന്റെ വക 2 ഗോൾ. 2 തവണയും പിന്നിൽ നിന്ന് പൊരുതി കയറിയാണ് ഇറാൻ സമനില പിടിച്ചത്. ജയത്തോളം പോകുന്ന ഒരു സമനില എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് അസർ ബിൻ അസീസ് കൂടി ചേരുന്നു. അസർ, ഒരുപക്ഷെ കളത്തിന് പുറത്തെ കളികളാലാണ് ഈ മത്സരം കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. പക്ഷേ കളത്തിലേക്ക് വന്നപ്പോൾ വളരെ ആവേശകരമായ മത്സരം. 2 ടീമും അതിഗംഭീരമായി കളിച്ചു. കൗണ്ടറുകൾ, നല്ല നല്ല ഗോളുകൾ, 4 ഗോളും മികച്ച ഗോളുകൾ എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. എങ്ങനെ വിലയിരുത്താം മത്സരത്തെ? അനിൽ, തീർച്ചയായും ഒരു മൈതാനത്ത് കളിക്കാനിറങ്ങുന്ന താരങ്ങളുടെ മനസ്സ് സങ്കുലിതമാകുന്നത് പലപ്പോഴും കാണികളുടെ ഒരു റിയാക്ഷൻസിലൂടെയാണ്. അത്തരത്തിൽ സ്റ്റേഡിയം ഒന്നാകം എതിരെ നിന്ന് അവിടെ മത്സരിക്കേണ്ടി വന്ന ഒരവസ്ഥയായിരുന്നു ഇറാൻ ഉണ്ടായിരുന്നത്. എന്നാൽ മത്സരത്തിൻ്റെ തുടക്കം മുതൽ ആക്രമണ ശൈലിയാണ് ഇറാൻ പുറത്തെടുത്തത്. നിരന്തരമായി ന്യൂസിലാൻഡിൻ്റെ ഗോൾ മുഖത്തേക്ക് ഇരച്ചു കയറുന്നു, ഗോളുകൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാക്കുന്നു. ഗ്രൂപ്പ് ജിയിലെ അതിശക്തമായൊരു മത്സരം തന്നെയാണ് അല്പസമയം മുമ്പ് അവസാനിച്ചത്. ഇരു ടീമുകളും 2-2 എന്ന രീതിയിൽ തുല്യത പാലിച്ച് ആ മത്സരം അവസാനിക്കുന്നു. ആദ്യം മുതൽ തന്നെ ന്യൂസിലാൻഡ് ലീഡെടുക്കുന്നു. 7-ാം മിനിറ്റിൽ ആദ്യ ഗോൾ പിറക്കുന്നു. അതിനുശേഷം 32-ാം മിനിറ്റിൽ ഇറാൻ മറുപടി ഗോൾ നൽകുന്നു. അങ്ങനെ ആദ്യ പകുതിയിൽ 1-1 പിരിയുന്നു. പിന്നീട് 2-ാം പകുതിയിലും നമ്മൾ കണ്ടത് ആക്രമണ ഫുട്ബോൾ തന്നെയായിരുന്നു. പലപ്പോഴും ഈ ആക്രമണ ഫുട്ബോൾ നടന്നപ്പോൾ ഈ ടീമുകൾ തമ്മിലുള്ള പരുക്കൻ രീതിയിലേക്ക് കളികൾ മാറുന്നു. കൂടുതൽ ഫൗളുകൾ ഉണ്ടാകുന്നു. റഫറിക്ക് പലപ്പോഴും കാർഡുകൾ പുറത്തിറക്കേണ്ടി വരുന്നു. അത്തരത്തിൽ മത്സരം അതിൻ്റെ എല്ലാ രീതിയിലും മികച്ച മത്സരമായി തന്നെ മാറുന്നു. 55-ാം മിനിറ്റിൽ വീണ്ടും ഏലിയ ജസ്റ്റിലൂടെ ന്യൂസിലാൻഡ് ലീഡെടുത്ത് മുന്നേറി നിൽക്കുന്നു. 64-ാം മിനിറ്റിൽ ഇറാൻ സമനില ഗോൾ നേടുന്നു. അങ്ങനെ വലിയ ഒരു പ്രശ്നങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ പ്രയാസങ്ങൾക്കിടയിൽ തങ്ങളുടെ താരങ്ങൾ നിൽക്കുമ്പോഴും ജയത്തോടൊപ്പം തീർന്ന ഒരു സമനിലയാണ് ഇറാൻ നേടിയിട്ടുള്ളത്. ഇറാൻ്റെ 7-ാം ലോകകപ്പാണിത്. എന്നാൽ ഇതുവരെ ഒരു നോക്കൗട്ട് കളിക്കാൻ ഇറാന് സാധിച്ചിട്ടില്ല. ഈ ലോകകപ്പിൽ ഒരു നോക്കൗട്ട് ലക്ഷ്യമിട്ടാണ് ഇറാൻ എത്തിയിരിക്കുന്നത്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ലോകകപ്പിലേക്ക് തിരിച്ചു വന്ന ഒരു ടീമാണ് ന്യൂസിലാൻഡ്. ന്യൂസിലാൻഡും ഈ ഒരു ഗ്രൂപ്പ് ജിയിൽ വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് അസർ ബിൻ അസീസ് ആണ് വിവരങ്ങൾ നൽകിയത്. ആവേശ പോരാട്ടം, അതിന്റെ വലിയ രീതിയിലുള്ള ഒരു ആവേശം കണ്ട മത്സരം തന്നെയാണ് അവസാനിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.